നീ ഇവിടെ ഉണ്ടായിരുന്നു? ഞാൻ കരുതി നീ വീട്ടിൽ പോയി കാണും. എന്ത് പറ്റിയടാ? ഉച്ച മുതൽ ഞാൻ ശ്രദ്ധിക്കുവാണല്ലോ, നിനക്കൊരു വല്ലായ്മ. ഓ, അവൾക്ക് വേറെ ലൈൻ സെറ്റ് ആണ്ടാണോടാ? അജു, ഞാൻ എന്നാ പോവാടാ. ഇന്ന് നേരത്തെ ഇറങ്ങണമെന്നാ വീട്ടിലെ ഓർഡർ. അജു, നീ ഒരു കാര്യം അറിഞ്ഞായിരുന്നു? എടാ, നമ്മുടെ ജോയ്സാനിലിരുന്ന സ്കൂൾ ബിൽഡിങ്ങിൻ്റെ ഫണ്ട് കാണുന്നുണ്ട്. 40,000 രൂപയോളം ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടെ. എല്ലാവരും പറയുന്നത് ജോയ്സാൻ തന്നെ മുക്കിയതാണ്. എന്തായാലും പോലീസ് കേസ് എടുക്കുന്നൊക്കെയാണ് കേട്ടെ. പുള്ളിയുടെയൊക്കെ ടൈം. അതെ, എന്താടാ അത് ഞാനാടാ ചെയ്തത്. എന്താണ് നീ പറഞ്ഞേ? അതേടാ, ഞാനത് മോഷ്ടിച്ചു. അറിയാതെ ചെയ്തു പോയതാണ്. നിനക്കറിയാലോ വീട്ടിലെ കാര്യം. അച്ഛൻ മരിച്ച പിന്നെ ആദ്യമായിട്ട് ഇത്രയും പണം ഒരുമിച്ച് കാണും. അറിയാ ചെയ്തു പോയടാ. അതെ, ഞാൻ ഇനി എന്തടിച്ചേണ്ടേ? നീ ഒന്ന് പറഞ്ഞു. നീ ഒന്ന് സമാധാനിക്കേ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണാം. നീ എവിടാ പണം വെച്ചിരിക്കുന്നേ? ബാഗിലുണ്ടോ? ഓ, അതെ, ഞാൻ ഈ പണം ഇപ്പം തന്നെ സാറിനെ കൊണ്ട് കൊടുക്കട്ടെ? ഇപ്പോഴോ? ഇപ്പോൾ കൊടുത്താൽ പിന്നെ നിനക്കിവിടെ പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഞാൻ എന്താണ് ചെയ്യണ്ടേ? വഴിയുണ്ട്. തൽക്കാലം നീ ഈ പണം ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഒളിപ്പിക്കും. ഈ പ്രശ്നമെല്ലാം ഒന്ന് ഒതുങ്ങിയിട്ട് നമുക്ക് തന്നെ അടുത്ത് സാറിനെ കൊടുക്കാം. എനിക്ക് തോന്നുന്നു അതാ നല്ലതെന്ന്. വേറെ വഴിയൊന്നും എനിക്ക് തോന്നുന്നില്ല. നമുക്കങ്ങനെ ചെയ്യാം. എങ്കിലും ഒട്ടും താമസിക്കണ്ട. പുറകിലുള്ള ഷെഡിൽ കൊണ്ട് കാശ് വെച്ചിട്ട് വേഗം വാ. ഞാൻ ഇവിടെ തന്നെ നിൽക്കാം. അജു, എന്താടാ? നീ പറഞ്ഞ പോലെ ഞാൻ ഷെഡിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി വാ, പോവാം. ആദി, എന്താണോ? നീ എൻ്റെ കൂടെ നിൽക്കില്ലടാ. അജു, അന്ന് നീ എന്നെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഞാനിന്ന് ജീവനോട് ഇരിക്കേണ്ടവനല്ല. എന്തു വന്നാലും ഞാൻ ഉണ്ടറാ. നീ വാ. ആദി, പറയടാ. ഹലോ അജു, നീ അറിഞ്ഞോ നമ്മുടെ ജോയ് സാറിനെ സ്കൂളിൽ നിന്ന് പിരിച്ചുവിടാൻ പോവാണ്. സാറ് തന്നെ ആ പണം മുക്കിയതാന്ന് പറഞ്ഞാൽ പിരിച്ചു വിടുന്നത്. എന്തായാലും നിനക്കിനി ഒരു പ്രശ്നമൊന്നുമില്ല. നമുക്ക് എടുക്കാടാ ആ പണം. ഹലോ ആദി, എനിക്കിവിടെ നിന്നിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ലടാ. ഞാനിപ്പോൾ തന്നെ സ്കൂളിലേക്ക് പോകും. ഇപ്പോഴോ? നിനക്ക് എന്ത് പറ്റി? എന്തായാലും നാളെ ആവട്ടാ. ഞാൻ കാണാൻ ജോയ് സാർ അവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ പാടില്ല. എങ്ങനെയാലും
എങ്ങനെയും ആ പണം എടുത്ത് ഓഫീസിൽ വെക്കണം. ഞാൻ എന്തായാലും പോവാം. നിനക്ക് വരാൻ പറ്റുമോ? എങ്ങനെ വാ. എന്തായാലും നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടെ വരാം. ആദ്യം നീ ഇവിടെ നിൽക്കേ. ഞാൻ പോയി പൈസ എടുത്ത് ഓഫീസിൽ വെച്ചിട്ട് വരാം. സൂക്ഷിക്കണേടാ. അയ്യോ, കാണുന്നില്ല. ഇവിടുത്തെ ആണല്ലോ വെച്ച്. ആദി, ആദി, എന്ത് പറ്റിയടാ? ഇവിടെ വെച്ച പണം കാണുന്നില്ല. നീ ഒന്ന് ശരിക്കും തപ്പു. എടാ, നീ ഈ പണം ഇവിടെ വെക്കുന്ന കാര്യം കണ്ടായിരുന്നു? ഇല്ലടാ, അപ്പോഴത്തെ പേടി കാണാൻ ഞാൻ ശരിക്കും ശ്രദ്ധിച്ചില്ല. ആദ്യം ഞാൻ എന്ത് ചെയ്യടാ? ഞാൻ കാരണം പാസ്. നീ ഒരു സമാധാനമായിട്ടിരിക്കണം. ദൈവം എന്തെങ്കിലും ഒരു വഴി കാട്ടിത്തരാതിരിക്കില്ല. നീ ഇപ്പോൾ വാ, നമുക്ക് വീട്ടിൽ പോവാം. ആദി, ഞാൻ കാരണം ആ സാറ് ഇവിടുന്ന് പോകരുത്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ? ഞാൻ മോഷ്ടിക്കും. പണം സൂക്ഷിക്കുന്ന സ്കൂളുകളിൽ മാത്രമല്ല, ഇത് ചെയ്ത് അറിയാതെയാണെങ്കിൽ ഇനിയും ചെയ്യാൻ പോകുന്ന അറിഞ്ഞുകൊണ്ട്. നീ എന്താണ് ഈ പറയുന്നത്? നീ ഇവിടെ തന്നെ ഇരുന്നാൽ മതി. ഞാൻ വരുന്നത് എന്തായാലും പണവുമായിട്ടായിരിക്കും. അജു, അജു ഡാവും നിൽക്കേ. ആദി, ആദി. ആ അജു, ഞാൻ ഒന്ന് ഉറങ്ങിപ്പോയി. പണം കിട്ടിയോടാ? കിട്ടിയടാ. ഓ, സമാധാനം. നമ്മൾ 8 വീട് ജനൽ തുറന്ന് നടക്കുക. അതുവഴി കയറി പണം ഓഫീസിൽ വെച്ചിട്ട് വാ. ആരെങ്കിലും വരുന്നുണ്ടോ ഞാൻ നോക്കിക്കോളാം. നീ പറഞ്ഞത് ശരിയാടാ. ദൈവം ഒരു വഴിയായിട്ട് തരാതിരിക്കില്ല. നീ എവിടെ നിന്ന് അറിയപ്പെടാൻ മോഷ്ടിച്ചേ? ആദി, എനിക്ക് ഈ പണം നേടി അധികം ദൂരം പോകേണ്ടി വന്നില്ലടാ. അത് നിന്റെ വീട്ടിൽ നിന്ന് ഞാൻ എടുത്തേ. എന്താണ് നീ പറയുന്നത്? അതെടാ, നിന്റെ വീട്ടിൽ നിന്ന്. എനിക്ക് മാത്രം അറിയാവുന്ന ഷെഡിലെ ആ സ്ഥലത്ത് നിന്ന് ഒരു സംശയം കൂടാതെ നീ പണം തപ്പിയപ്പോൾ എൻ്റെ ഊഹം തെറ്റിയില്ല. എന്നെ ചതിക്കാൻ ശ്രമിക്കുന്നത് എൻ്റെ ഈ പ്രിയപ്പെട്ട ചങ്ങാതിയാണെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാ മനുഷ്യൻ്റെയും മനസ്സിൽ ഒരു കള്ളനുണ്ട്. അറിഞ്ഞോ അറിയാതെ നമ്മൾ കള്ളങ്ങൾ ചെയ്യാറുമുണ്ട്. അത് മനസ്സിലാക്കി തിരുത്തുമ്പോഴാണ് അവനൊരു മനുഷ്യനാണ്. അജു, എന്നോട് ക്ഷമിക്കടാ.